നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു 3 സൈറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ വേറൊരു ബ്ലോഗായിട്ട് പറയാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇൻഫർമേഷനാണ്. ആക്ച്വലി ലോങ് ഡ്രൈവിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു എൻ്റെ കാറിലൊരു സിസ്റ്റമാണ് നമ്മളെ ക്രൂയിസ് കൺട്രോൾ. ഇപ്പോൾ ഒരുവിധം നമ്മളെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആക്ച്വലി നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഈ ക്രൂയിസ് കൺട്രോൾ എന്നുള്ളത്. നമുക്ക് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് നമുക്കിങ്ങനെ നോർമൽ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന പോലെ നമ്മളെ കാലുകളെല്ലാം ഫ്രീ ആക്കിയിട്ട് നമുക്കിങ്ങനെ ഓടിക്കാൻ പറ്റും. അതേപോലെ തന്നെ മൈലേജ്, നമുക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും, ഈ സ്വിച്ചുമേ ഇപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോർമലായി ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്യണം. ഇനി അതെല്ലാം ക്രൂയിസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ക്രൂയിസ് കൺട്രോൾ അവിടെ സെറ്റായി 78 കിലോമീറ്ററിൽ. ഇനി തന്നെ നമുക്ക് ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ സ്പീഡ് ജസ്റ്റ് ഹാൻഡായിട്ട് തന്നെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി കുറക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് കുറക്കാം. ജസ്റ്റ് ബ്രേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂയിസ് കട്ടാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു ലോങ് ഹൈവേയിൽ, ഇതിപ്പോൾ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടും. പിന്നെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ നമ്മളുടെ കാലുകൾക്ക് ഒരു എക്സ്ട്രാ ഒരു പെയിനൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും ലോങ് ഡ്രൈവിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ക്രൂയിസ് കൺട്രോൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ.